അതെ, ഞാൻ ജോൺസൺ, നാഷണൽ ഫിനാൻസിന്റെ മാനേജറാണ്. ആ സാർ പറഞ്ഞു. നിങ്ങൾ ലില്ലി എന്നൊരാളുടെ പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ലേ? ആ സാർ, അത് എൻ്റെ അമ്മയാണ് സാർ. അത് ഒരു 6 മാസമായിട്ട് പെൻഡിങ് ആണല്ലോ. എന്താ പ്രോബ്ലം? സാർ, അത് അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് കണ്ണിന് ഞരമ്പൊക്കെ പൊട്ടി കാഴ്ചയുടെ കാര്യം കുറച്ച് പ്രശ്നമായിരുന്നേ. അപ്പോൾ കയ്യിൽ നിന്ന് വിചാരിച്ചതിനേക്കാൾ കുറേ പൈസ ഇറങ്ങിപ്പോയി. എല്ലാം കൂടി എനിക്ക് ഓടി എത്താൻ പറ്റിയില്ല സാർ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കമ്പനിക്ക് ചില നോംസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? മാത്രമല്ല ഇവിടെ നിന്നുള്ള നോട്ടിഫിക്കേഷനും നേരിട്ട് വന്ന അറിയിക്കലൊക്കെ മുറ പോലെ നടക്കുന്നില്ലേ? എത്ര തവണ വീട്ടിൽ ആള് വന്നു, താനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്, വീട്ടിൽ അമ്മാതിരി കലാപരിപാടികൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലേ ഞങ്ങളുടെ കമ്പനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. സാർ, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ സാറിന് എത്തിക്കാം. ഞാൻ അങ്ങോട്ട് എത്തിക്കാം സാറേ. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. കാലം കുറേ ഞാൻ ഈ പണി തുടങ്ങിയത്. നിന്നെ പോലുള്ള കുറെ എണ്ണത്തിന് ഞാൻ സ്ഥിരം കാണുന്നതാ. എല്ലാവർക്കും ഇതുപോലെ കുറെ എക്സ്ക്യൂസ് കാണും. അത് കേട്ടിരുന്നാലേ ഈ കമ്പനി പൂട്ടി അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് നിയമത്തിന് വഴി നോക്കേണ്ടി വരും. അത് പിന്നെ ജപ്തിയിലെത്തും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് പണം അടയ്ക്കാൻ നോക്കും മര്യാദക്ക്. നാളെ തന്നെ ഉരുളാട്ടമെങ്കിലും അടയ്ക്കണം. ഇല്ലെങ്കിലേ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ കുറച്ച് ബോറായിരിക്കും. എനിക്ക് മനസ്സിലാവണണ്ടാ? ഓ സാർ, നാളെ തന്നെ ഒരാടെ അടയ്ക്കാം സാർ. നാളെ കളക്ഷൻ ആള് വരും. പറഞ്ഞു ₹1 കുറയ്ക്കാണ്ട് കൊടുത്തോളണം. ഹലോ, ആടാ പറ. എടാ ജയ്സ, നീ എവിടെയാ? ഞാൻ ടൗണിലടാ, ഡെലിവറി ഇടലാണ്. ആടാ, ഞാൻ പറയണത് കേൾക്കണ്ട. ഹലോ ഹലോ, ആ കേക്കിന് പറഞ്ഞു നീ. കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാൻ പറ്റൂടാ, അർജന്റായിരുന്നു. എന്ത് കിട്ടിയടാ? ഒന്നും പറയണ്ടാ, ആകെ പെട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റൂടാ? എടാ എൻ്റെ ഇപ്പം എന്തെങ്കിലും ചെയ്യടാ പ്ലീസ്. എടാ എൻ്റെ ഇപ്പോൾ വണ്ടിയുടെ സീസൺ അടിക്കാനുള്ള കുറച്ച് പൈസ ഇരിപ്പുണ്ട്. നീ തൽക്കാലം എടുത്തു. നീ ഒരു 2 ദിവസം തന്നാ മതി, തരണോട്ടാ. ആ സെറ്റ് ചെയ്യടാ. നീ എന്നാൽ ഇപ്പം തന്നെ ഇടാൻ പറ്റുമോ? ഓക്കേടാ, ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം കേട്ടാ. ഞാൻ കുറച്ച് ഡെലിവറിയിലാടാ. ഓക്കെ ഓക്കെ, ശരി ശരി എന്നാൽ. ഓക്കെ ഓക്കെ. അറിയാ വഴിയിൽ നിധി തിരയുകയാ, കഥ പോൽ പതിയെ വിധി കയറുകയാ. അറിയാ വഴിയിൽ നിധി തിരയുകയാ, കഥ പോൽ പതിയെ വിധി കയറുകയാ. ഇറങ്ങ്, വാ പോണ്ടേ. ചേച്ചി, ഞാൻ പറഞ്ഞായിരുന്നു തുടരാമിനിയും പകലിരവുകളാ. നാളത്തെ കാര്യം എന്തായി? പകലിൻ ചിരിയും അതൊക്കെയുണ്ട്. ചേട്ടൻ കുട്ടിപ്പോന്നറിയണ്ട. തുടരാമിനിയും പകലിരവുകളാ, പകലിൻ ചിരിയും ഇരുളകലുകയാ. പെയ്തിടുവീ മഴയാകെ മഴവില്ലാശകളോടെ, വെയിലിന് പൊന്നഴകേകും നിലവാ വാനിൽ
എന്താണ് മാർക്കടി. എടി പോവേ എന്തൊന്നും നോക്കണേ. ഇന്നവൻ്റെ നല്ലത് കിട്ടൂട്ടാ. ഇന്നത്തെ ചോറ് കഴിച്ചില്ലല്ലോ. കിട്ടണത് വേണേ മര്യാദയ്ക്ക് തോന്നും, അല്ലെങ്കിൽ പട്ടിണി കിടക്കാം. ഡീ എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തൂടെ? അതെന്താ നിനക്ക് ഓഫ് ചെയ്തൂടെ? നീ വീട്ടിൽ തോന്നല്ലേ. കളയാണ്ട് കഴിക്കണം കേട്ടാ. ഒക്കെ കഴിക്കണം കേട്ടാ. മറിയേ മറിയേ എടി മറിയേ. ആ ഒരാവശ്യത്തിന് വിളിച്ച അവള് വിളിയേക്കില്ല. 24 മണിക്കൂർ കണ്ണാടിയുടെ മുന്നിൽ കുത്തിയിരിപ്പാ അവൾക്ക് ജോലി. ഇങ്ങോട്ട് വന്നടി. മനുഷ്യരുടെ കാര്യത്ത് കണക്കെ പണിയാ. ഒരു പെണ്ണൊരുത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഹലോ. ആ മനസ്സിലായിട്ട് പറഞ്ഞോ. ആ ആ ആ ചേട്ടാ എപ്പോഴെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചു ചേട്ടാ. ആ ഉണ്ട്, വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. ആ ഓക്കെ ചേട്ടാ, എപ്പോഴാന്ന് വെച്ചാൽ വാങ്ങിച്ചോ. ഓക്കെ ചേട്ടാ. ഓക്കെ ഓക്കെ. അമ്മേ ഞാൻ ഈ കാശേ ഈ മേശയുടെ വലിപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണിന്റെ ഒരു കാര്യം നേരത്തെ മറിയേ ഇതിനെയൊക്കെ കൊണ്ട് നീ എന്തിനാ രാവിലെ കോളേജിൽ പോണേ? ബിസിനസ് ആണ് മോനെ, നിനക്കൊക്കെ ചെലവിനല്ലേ. ബിസിനസ്സാ? ഇപ്പൊ നേരെ നോക്കി വണ്ടി ഓടിക്കടാട്ടാ. അത് മനസ്സിലായി. ല്ലേ സിനി മിസ്സിന്റെ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞല്ലേ ഇന്ന്? സോറി മാം, കുറച്ച് വൈകിപ്പോയി. സാരില്ല, ചെല്ലു ചെല്ല്. വൈകുന്നേരം കടയിൽ വന്നു. ചേച്ചി എന്നെ എബി പറഞ്ഞു വരുന്നതാണ്, ബാങ്കിൽ നിന്നായിരുന്നു. ആ മോനോടേക്കില്ല, ഞാൻ പൈസ എടുത്തിട്ട് തരാം.
ഹലോ ഞാനൊരു കടയിലാണ് അമ്മ. എന്താണ് പറ. ആ ഇനിയിപ്പോൾ എന്താണ് അമ്മ മേശയിരിപ്പിൻ്റെ അടുത്ത് കൊടുത്തൂടെ? എന്തിനാണ് എന്നെ വിളിക്കുന്നത്? തിരക്കില്ലെന്ന് അറിഞ്ഞൂടെ? അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി ഇരിപ്പുണ്ടോ നോക്കാൻ കണ്ട് ശരിക്കും വെറുതെ. അമ്മ അതെ ഒരു കാര്യം ചെയ്യും, ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വരാം വരാം വരാം. ആ ശരി ശരി ശരി. ആ മോനെ, അവൻ പൈസ വെച്ച എവിടാന്നേ എനിക്ക് ഓർമ്മയില്ല. ഒരു 5 മിനിറ്റ്, അവനിപ്പോൾ വരുവേ. അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ വെയിറ്റ് ചെയ്യണം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ കഴിച്ചിട്ട് വന്നേ. ആ ചേട്ടാ എടുത്തുണ്ടോ ചേട്ടാ? ആ അത് കുഴപ്പമില്ലടാ. അമ്മേ അമ്മ മേശയ്ക്ക് നോക്കിയില്ലേ? അമ്മ എല്ലായിടും നോക്കിയെന്നടാ, എങ്ങും കണ്ടില്ല. നീയും കൂടെ ഒന്ന് നോക്ക്. ആ അമ്മ ഇവിടെ ഒന്നും കാണുന്നില്ല അമ്മ. മോൻ നോക്കൂ മോനെ, മോന് കിട്ടും. നീ നോക്ക്. കാണുന്നില്ല മോനെ, നീ എന്താ ഈ കാണിക്കുന്നേ? ഇല്ലമ്മ കാണില്ല. അമ്മ ഞാനോട് സംസാരിക്കട്ടെ? കരയല്ലേ? സാറിനെ ഇപ്പോൾ വിളിക്കാം. ശരി ശരത്തേട്ടാ, ആടാ ഞാനേ പൈസ അറിഞ്ഞതുകൊണ്ടായി വീട്ടിൽ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ കാണാനില്ല. അതാ ശരത്തേട്ടാ, ഞാൻ ഉള്ളൊക്കെ നോക്കി ഇപ്പം കാണില്ല. അതാ എൻ്റെ പൊന്നെ ബി, നിന്നെ സമ്മതിച്ചോട്ടാ. നീ ഈ പ്രാവശ്യം എന്നെ പറ്റിക്കുന്നുണ്ടല്ല, ഞാൻ ഒട്ടും വിചാരിച്ചില്ലടാ.
എടാ ഇതിന്റെ സ്ഥിരം പരിപാടിയല്ലേ? എന്ന് വന്നാലും ഇതല്ലെങ്കിൽ വേറൊന്നും, ഇതല്ലാണ്ട് വേറെന്തൊക്കെ പറയാനുള്ളത്? എടാ നിനക്കൊക്കെ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് അടച്ചിട്ടാ ഞാൻ ജോലിയിൽ പിടിച്ചിക്കണത്. വല്ലാത്തൊരു ഗതികേടാ എന്റെ. എടാ നിന്നെ പോലെ തന്നെ ഞാനും, നമുക്ക് രണ്ടും സെയിം ശമ്പളാ. എടാ മാനേജർ എന്നെ വിളിച്ച് തെറി പറഞ്ഞോണ്ടിരിക്കണേ. എടാ എന്റെ കടി കുറവെന്ന് പറയണ ആള്. നീ എന്തേലും ചെയ്യേ, നീ എന്താന്ന് ചെയ്യും. എനിക്കറിയാം, എനിക്കറിയാം. എടാ നീ വിട്, നീ വിടടാ. എന്തോ നീ പാടിക്കും. എടാ നീ വിടടാ. എനിക്കറിയാം, നീ പോ. നീ പോടാ. ഇല്ലേ എനിക്കറിഞ്ഞൂടെ എന്റെ വീട് ചെയ്യത്തണ്ട. പോയി എനിക്കറിയാം. എബി ഇതെന്റെ കയ്യിൽ നിൽക്കൂലടാ. നീ എന്താന്ന് വെച്ചാ ചെയ്യും. സാറ് വിളിക്കുമ്പോൾ നേരിട്ട് പറഞ്ഞാൽ മതി. ശരിടാ, കാണാം. എന്ത് ഓർഡർ എടുത്തടി? നീ ഇന്നൊരു അടപടയ്ക്ക് വിചാരിച്ചിട്ടാ സാറിനോട് വിട്ടത്. എന്റെ വീട്ടില് തോന്നാസം കാണിക്കുന്നത്. എന്റെ മുമ്പിൽ ആളാണ്. ജീവിക്കാം.
എന്തിനാണ് പറയാൻ എടാ പറയാൻ ചെയ്യില്ല അമ്മ അമ്മ ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഞാൻ ചെയ്യില്ലമ്മ ഇല്ലമ്മ അറിയില്ലേ നിനക്ക് നിന്റെയൊക്കെ അമ്മയ്ക്കും വേണ്ട കാശാ അത് കിട്ടിയ നീ നിന്റെ അമ്മയെ ആരുടെ കൂടെ വേണേലും പോവും എനിക്കറിയാം പിന്നെ കാശില്ലാന്ന് വിചാരിച്ച് മോന അപ്പനേക്കാൾ ആളാമാനം നോക്കണ്ട എങ്ങും എത്തൂല ഞാൻ ചെയ്യില്ലമ്മ ഇല്ല വാ എന്റെ കാശില്ല അതുകൊണ്ടാ നിനക്ക് നിന്റെ തള്ളക്ക് എന്നെ വേണ്ടാത്ത ഇവിടെ കെട്ടിക്കയറി അന്നു തുടങ്ങിയതാ എന്റെ ദുരിതവും കഷ്ടപ്പാടും നീയാടി ഇതൊക്കെ കാരണം എന്നുണ്ട് ഇനി നീ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം ഇന്ന് രാവിലെ നീ മേശ വെച്ചിരുന്ന പൈസ ഞാൻ എടുത്തു കള്ളു കുടിക്കാൻ കള്ളു കുടിക്കാൻ ഇനി അതിൻ്റെ പേര് ഇവിടെ കിടന്ന് നകളിക്കണ്ട കേട്ടോ നിന്നെ കൊണ്ട് എന്ത് ഗുണോടാ എനിക്കുണ്ടായേ എന്ത് ഗുണം ഒരു ഗുണമില്ല എന്ത് ഗുണം